Good morning. Good morning, ma'am. Morning, ma'am. Good morning. Good morning, ma'am. എന്തൊക്കെയുണ്ട് വിശേഷം? പഠിക്കുന്നുണ്ടോ? പനിയാണ് മിസ്സേ. പനിയാ? പനി പനി. ഓ, പനി വന്നാ ബുദ്ധിമുട്ടാണ്. എങ്ങനെയുണ്ട്, കുറഞ്ഞോ വന്നിട്ട്? കുറവുണ്ട്. ഡോക്ടറെ കണ്ടോ? ഇല്ല, സെൽഫ് മെഡിസിനാ. കഴിച്ചിട്ടിരിക്കല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. എന്താ ഹൗസ് കീപ്പിംഗ്? ഹൗസ് കീപ്പിംഗ് എന്താ? 4th മൊഡ്യൂൾ ആണ് കേട്ടോ. 3rd മൊഡ്യൂൾ തീർന്നു നമ്മുടെ ചാപ്റ്റേഴ്സ്. 4th മൊഡ്യൂൾ കേട്ടോ. ക്ലീനിങ് ആണ് അല്ലേ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാല്. നിങ്ങൾക്ക് അറിയാം എന്താണ്, ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഓരോ മണിക്കൂറോ ചിലപ്പോ എന്താണ് ചേച്ചിമാരൊക്കെ അടിക്കലും തുടക്കലും വൃത്തിയാക്കലും ഒക്കെ കാണാറില്ലേ നിങ്ങള്? ലോഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തുടച്ച് വൃത്തിയാക്കാം. ഇപ്പോ പേഷ്യൻസ് ഒക്കെ നടന്നു പോകുമ്പോ അവര് തുടച്ചിട്ടതായിരിക്കും കാലത്ത് തന്നെ വന്നിട്ട് ചിലപ്പോ എന്താണ് വൃത്തിയേടൊക്കെ ആണെങ്കിൽ ചെരുപ്പിന്റെ പാടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ തുടച്ച് ക്ലീൻ ആക്കുന്നത് കാണാൻ പറ്റുമോ അല്ലെ ഹോസ്പിറ്റലിൽ ചെന്നാല്. അപ്പോ ഹോസ്പിറ്റലുകളിൽ മെയിൻ ആയിട്ട് ഒരു വേണ്ട ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗസ് കീപ്പിംഗ് സർവീസ് ആണ്. വൃത്തിയാണ് ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും വേണ്ടത്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ മാർട്ടിന്. ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. ഹൗസ് കീപ്പിംഗ് സർവീസ് ഇൻട്രൊഡക്ഷൻ. A patient comes for the time to a hospital when welcome in tidy environment as well as a elegant feelings, lessens half of his misery and increase his confidence in the hospital. എന്താണ് tidy എന്ന് പറഞ്ഞാൽ എന്താ? Tidy meaning എന്താ tidy? ടൈഡി എന്ന് പറഞ്ഞാല് ഇവിടെ വേലിയേറ്റം അല്ലേ? വൃത്തിയുള്ള കേട്ടോ. ഇവിടെ ഹൗസ് കീപ്പിംഗിൽ ഉദ്ദേശിക്കുന്നത് വൃത്തിയുള്ള. ഓക്കെ, അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അവിടെ ഉദ്ദേശിക്കുന്നത് വൃത്തിയുള്ള. ഓക്കെ ഓക്കെ അപ്പോ എന്താണ്, നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ഒരു പേഷ്യന്റ് കടന്നു വരുമ്പോ അല്ലെ, കടന്നു വരുമ്പോ വെൽക്കംസ് ആയിട്ട് കടന്നു വരുമ്പോ എന്താണ്, വൃത്തിയുള്ള എൻവയോൺമെന്റ് കാണുമ്പോ എന്താണ് അവർക്ക് തോന്നാം? നിങ്ങളായാലും എന്താണ് ഒരു ഹോസ്പിറ്റലിലോട്ട് കടന്നു ചെല്ലുമ്പോ വൃത്തിയുള്ള ഒരു എൻവയോൺമെന്റ് കാണുമ്പോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഉള്ള ഫീലിംഗ് എന്തായിരിക്കും? ഹാപ്പി. പിന്നെ കോൺഫിഡൻസ് കിട്ടും. വെരി ഗുഡ്. പിന്നെ ഒന്നും തോന്നാറില്ലേ? പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ് ഫീലിംഗ്. പിന്നെ ജെം ഫ്രീ ആയിരിക്കും അറ്റ്മോസ്ഫിയർ. ഓക്കെ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലൂടെ കടന്നു ചെല്ലുമ്പോ നല്ല രീതിയിലുള്ള ഒരു എന്താണ് വൃത്തിയുള്ള ഒരു എൻവയോൺമെന്റ് ഹോസ്പിറ്റലിൽ കാണുമ്പോൾ എന്തായിരിക്കാം? എലഗന്റ് ഫീലിംഗ് അല്ലെ, ഒരു സന്തോഷമുള്ള ഒരു പ്ലസന്റ് ഫീലിംഗ് ആണ്. എലഗന്റ് മീൻസ് എന്താണ്, സുന്ദരമായ എന്നൊക്കെയാണ് കേട്ടോ ഇവിടെ അർത്ഥം വരുന്നത്. അപ്പൊ നമുക്കൊരു പ്ലസന്റ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. അതുപോലെ എന്താണ്, ലെസൺ ഹാഫ് ഓഫ് ഹിസ് മിസറി. മിസറി എന്താ? ദുരിതം അല്ലെങ്കിൽ ദുഃഖം എന്നൊക്കെ പറയാം കേട്ടോ. നമ്മുടെ ഇപ്പൊ രോഗവുമായിട്ട് ചിലപ്പോ ഭയങ്കര പനിച്ചു വിറച്ചൊക്കെയാണ് നമ്മള് ഹോസ്പിറ്റലിലോട്ട് പോകുന്നതെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ടൈഡി എൻവയോൺമെന്റ് കണ്ടാൽ എന്താണ്, നമ്മുടെ പകുതി രോഗം മാറുമെന്ന് പറയാറില്ലേ? അതുപോലെ എന്താണ്, നമ്മുടെ ആ ദുരിതം അല്ലെങ്കിൽ ആ രോഗം മാറാനായിട്ട് അല്ലെങ്കിൽ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ടൈഡി എൻവയോൺമെന്റിലൂടെ. അതുപോലെ തന്നെ എന്താണ്, ഇൻക്രീസ് ഹിസ് കോൺഫിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ. കോൺഫിഡൻസ് ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെല്ലുമ്പോ തന്നെ നമുക്ക് ആ നല്ല രീതിയിലുള്ള സെറ്റപ്പ് ഒക്കെ കാണുമ്പോ എന്താണ്, അവിടെ കൊടുക്കുന്ന സർവീസ് അല്ലെങ്കിൽ പേഷ്യൻസ് കെയർ നല്ല രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. കോൺഫിഡൻസ് ഇൻക്രീസ് ആവും, അതുപോലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ആവും. ഓക്കെ,
അപ്പൊ അതാണ് ആ ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് എളുപ്പമാണ് ഈ ചാപ്റ്റർ കേട്ടോ. ഓക്കെ, പിന്നെന്താണ് ഹൗസ്കീപ്പിംഗ് സർവീസ്, അതർവൈസ് കോൾഡ് എൻവയോൺമെന്റൽ സർവീസ്. ഈ ചാപ്റ്റർ മൊഡ്യൂൾ 4 ആണ് കേട്ടോ. മൊഡ്യൂൾ 4 ആണ്. നമ്മുടെ ഞാൻ എടുക്കുന്ന മൊഡ്യൂൾ 3 ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മൊഡ്യൂൾ 4 ആണ്. അപ്പൊ ഹൗസ് കീപ്പിംഗ് സർവീസിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? എൻവയോൺമെന്റൽ സർവീസ്. അടയാളപ്പെടുത്തി വെക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഹൗസ് കീപ്പിംഗ് സർവീസിനെ പറയുന്ന മറ്റൊരു പേരാണ്, അനദർ നെയിം ആണ് എൻവയോൺമെന്റൽ സർവീസസ്. Are very important in providing a safe, clean, pleasant, orderly, and functional environment for both the patient and the hospital officials. അപ്പൊ എന്താ പറയുന്നത്? ഹൗസ് കീപ്പിംഗ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് സർവീസ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സർവീസ് എന്ന് പറയുന്നത് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? രോഗിക്കും അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന ഒഫീഷ്യൽസ് ഉണ്ടല്ലേ, സ്റ്റാഫുകൾക്ക്, ഉദ്യോഗസ്ഥർക്കും എന്താണ്? സുരക്ഷിതമായിട്ടുള്ള, അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള, അതുപോലെ പ്ലസന്റ് ആയിട്ടുള്ള, വൃത്തിയുള്ളതുമായ, അല്ലെങ്കിൽ ഓർഡർലി എന്ന് പറഞ്ഞാൽ എന്താണ്? അടക്കും ചിട്ടയുമായിട്ട് ഒരു ചിട്ട പറയുന്നുണ്ട് കേട്ടോ. ഓർഡർലി എന്ന് പറഞ്ഞാല് ചിട്ട. അപ്പൊ ചിട്ടയുള്ളതുമായ, അതുപോലെ തന്നെ ഫങ്ഷണൽ എൻവയോൺമെന്റ് അല്ലെ, പ്രവർത്തനപരമായ ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ? എന്താണ് ഹൗസ് കീപ്പിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു സേഫ് ആയിട്ടുള്ള, വൃത്തിയുള്ളത്, അതുപോലെ പ്ലസന്റ് ആയിട്ടുള്ള, സന്തോഷമുള്ള, അതുപോലെ ചിട്ടയുള്ളതും പ്രവർത്തന പരവുമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? പേഷ്യൻസിനും അതുപോലെ അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും. ഓക്കെ ആണോ? അപ്പോ ഇൻട്രൊഡക്ഷൻ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒരു പ്ലസന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ്, ഒരു ടൈഡി ആയിട്ടുള്ള എൻവയോൺമെന്റ് അല്ലെ, വൃത്തിയുള്ള ഒരു എൻവയോൺമെന്റ് ഒരു രോഗി കടന്നു വരുമ്പോ ഹോസ്പിറ്റലിൽ കാണുകയാണെങ്കിൽ അയാളുടെ മനസ്സിൽ എന്തൊക്കെ ഫീലിങ്സ് ആണ്? പ്ലസന്റ് ഫീലിങ്സ്, സന്തോഷമുള്ള ഫീലിങ്സ് തോന്നാറുണ്ട്. അതുപോലെ അയാളുടെ രോഗം പകുതി മാറാറുണ്ട്. അതുപോലെ തന്നെ അയാൾക്ക് കോൺഫിഡൻസ് ഇൻക്രീസ് ആവുന്നുണ്ട്. ഇനി എന്താണ്? ഹൗസ് കീപ്പിംഗ് സർവീസിനെ പറയുന്ന മറ്റൊരു പേരാണ് എൻവയോൺമെന്റൽ സർവീസ്. അത് ഇമ്പോർട്ടന്റ് ആണ്, പുറത്ത് വെച്ച് പഠിക്കാം. പിന്നെന്താണ്? ഇങ്ങനെ ഹൗസ് കീപ്പിംഗ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് സേഫ് ആയിട്ടുള്ളതും, വൃത്തിയുള്ളതും, പ്ലസന്റ് ആയിട്ടുള്ളതും, അതുപോലെ ചിട്ടയുള്ളതുമായിട്ടുള്ള, അതുപോലെ തന്നെ എന്താണ്? ഫങ്ഷണൽ എൻവയോൺമെന്റ്, പ്രവർത്തനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടുത്തെ സ്റ്റാഫുകൾക്കും അവിടുത്തെ പേഷ്യൻസിനും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇൻട്രൊഡക്ഷൻ ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഒന്നും വരാൻ സാധ്യതയില്ല. ഓക്കെയാണ്. ഇനി എന്താണ്? The 3 important housekeeping tasks in hospitals consist of following. അപ്പോ 3 രീതിയിലുള്ള ഒരു ഹൗസ് കീപ്പിംഗ് ടാസ്കിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, ടു ക്ലീൻ ആൻഡ് അതൊന്നും വെട്ടിക്കളയട്ടോ, ക്യാനിങ് എന്നുള്ളത് വെട്ടിക്കളഞ്ഞോളൂ. ടു ക്ലീനിങ് ആക്കണം കേട്ടോ. ടു ക്ലീനിങ് and sanitizing high-touch surfaces in patient rooms and rest rooms. എന്താണ്? ക്ലീൻ ആക്കുക അല്ലെ, ക്ലീനും അതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്യുക. എന്തൊക്കെയാണ് സാനിറ്റൈസ് ചെയ്യേണ്ടത്? പേഷ്യൻസ് റൂം, ഹൈടച്ച് സർഫസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തൊടാനായിട്ട് പറ്റുന്ന പ്രതലങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെയാണ് ഹൈടച്ച് സർഫസസ് എന്ന് പറയുന്നത്. അതുപോലെയുള്ള പേഷ്യൻസ് റൂമിലുള്ള സർവീസസ് ഒക്കെ എന്ത് ചെയ്യണം? ക്ലീൻ ആക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ എന്താണ്? റെസ്റ്റ് റൂം ഉണ്ടാവും അല്ലെ, ആ റെസ്റ്റ് റൂമും എന്ത് ചെയ്യാം? ക്ലീൻ ചെയ്യാം, സാനിറ്റൈസ് ചെയ്യാം. അതാണ് ഫസ്റ്റ് ടാസ്ക്. പേഷ്യൻസ് റൂമും റെസ്റ്റ് റൂമും ക്ലീൻ ആക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ ആണോ? ഇനി എന്താണ്? സെക്കൻഡ് ടാസ്ക് എന്താണ്? ടു ഫിൽ അപ്പ് എംപ്റ്റി പേപ്പർ ടവൽസ്, സോപ്പ് ഇട്ടാ, അവിടെ സോപ്പ് എന്നാക്കണേ, SOAP,
soap container and office supplies. അപ്പൊ എന്താണ് ഫില്ല് ചെയ്യാം അല്ലെ? ഇപ്പൊ പേപ്പർ ടവൽസ് അറിയാലോ, ടിഷ്യൂസ് ഒക്കെ എംറ്റി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാം. സോപ്പ് കണ്ടെയ്നറിലൊക്കെ സോപ്പ് ഇല്ലെങ്കിൽ അത് വെച്ച് കൊടുക്കാം, ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഓഫീസ് സപ്ലൈസ് ഉണ്ടാവും, മെറ്റീരിയൽസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ, ഓഫീസിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ഇല്ലെങ്കിൽ അത് ഫില്ല് ചെയ്യാം. ഇനി എന്താണ് ടു ഡിസ്പോസൽ ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. സ്പെല്ലിംഗ് എറർ ഉണ്ട് അവിടെ, പ്രോപ്പർലി എന്നാക്കാം. അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ വേസ്റ്റ് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്ത് കളയണം. ഓക്കെ, ഇപ്പൊ 3 രീതിയിലുള്ള ഹൗസ് കീപ്പിംഗ് ടാസ്ക് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് എന്താ പറഞ്ഞത് നമ്മള്, പേഷ്യൻസ് റൂമും അതുപോലെ റെസ്റ്റ് റൂമും എന്ത് ചെയ്യണം, ക്ലീൻ ആക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും. ഇനി എന്താണ് എംറ്റി ആയിട്ടിരിക്കുന്ന പേപ്പർ ടവൽസ് ഉണ്ടാവാം, അതുപോലെ സോപ്പ് കണ്ടെയ്നേഴ്സ്, ഓഫീസിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എക്യുപ്മെന്റ്സ് ഉണ്ടാവാം, അതൊക്കെ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്താണ് ഹോസ്പിറ്റൽ വേസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്ത് കളയണം. മനസ്സിലായില്ലേ? ഇനി എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. എന്താണ് ഇമ്പോർട്ടൻസ് നോക്കിയേ. ടു ഇമ്പാർട്ട് ഹൈജീൻ എൻവയോൺമെന്റ്. എന്താണ് ഇമ്പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈജീൻ. ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്. ഹൈജീനിക് എന്ന് പറഞ്ഞാൽ എന്താ, ശുചിയുള്ളതല്ലേ, ശുചിത്വം. ഓക്കെ, അപ്പോ അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ്, ഹൈജീൻ ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം. ഇനി എന്താണ് ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് കമ്മ്യൂണിറ്റി. അപ്പോ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഒരു എന്താണ്, പബ്ലിക്കിന്റെ പ്രതീക്ഷകൾ അല്ലെ. ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രതീക്ഷകൾ. അപ്പൊ അവരുടെ ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല രീതിയിൽ വൃത്തിയുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പോ അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചിട്ട് അവരുടെ പ്രതീക്ഷകള് നിറവേറ്റാനായിട്ട് ഹൗസ് കീപ്പിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. ഇപ്പോ പേഷ്യൻസ് ഹോസ്പിറ്റലിലോട്ട് വരുമ്പോ എന്താണ്, നല്ല രീതിയിൽ വൃത്തിയുള്ള ഒരു അന്തരീക്ഷമാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത്. ഇപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ചില ആളുകൾ പോകില്ല. കാരണം എന്താ, കാരണം എന്തായിരിക്കാം, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചാപ്റ്റേഴ്സില്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആളുകൾ അത്ര പോവാനായിട്ട്, ഇപ്പോ കുഴപ്പമില്ല, എന്നാലും പണ്ടുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്താണ്, വൃത്തിയൊന്നും ഉണ്ടാവില്ല അല്ലെ. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോവാനായിട്ട് ആളുകൾക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. ഇപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ നല്ലത് എന്താണ്, എക്സ്പാൻഡ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്, കമ്മ്യൂണിറ്റിയുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചിട്ട് ഹൗസ് കീപ്പിംഗ് നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ആക്കാനായിട്ട് അവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, മീറ്റ് ചെയ്യാൻ പറ്റണം കേട്ടോ, കമ്മ്യൂണിറ്റിയുടെ പ്രതീക്ഷകള് മീറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെന്താ, ആക്കണം കേട്ടോ, അവിടെ 2 കൊടുക്കാം. ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ഹോസ്പിറ്റൽ. ഇങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ടെങ്കിൽ ഓരോ ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷൻ എന്താവും, ഹൈ ആവും അല്ലെ. റെപ്യൂട്ടേഷൻ എന്താണ്, എന്താ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാല്, പ്രശസ്തി ഉയർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ. ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ പടർന്നു പിടിക്കുന്നതിന് അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹൗസ് കീപ്പിങ്ങിലൂടെ. അത് കൺട്രോൾ ചെയ്യാൻ, ഇൻഫെക്ഷൻ പടർന്നു പിടിക്കുന്നത് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഹൗസ് കീപ്പിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, നല്ല വൃത്തിയുള്ള ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ ഓരോ പബ്ലിക്കിന്റെയും കമ്മ്യൂണിറ്റിയുടെയും എന്താണ് പ്രതീക്ഷകൾ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ റെപ്യൂട്ടേഷൻ, പ്രശസ്തി ഹൈയിലോട്ടാവാനായിട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെന്താണ് ഓരോ ഹോസ്പിറ്റലിന്റെയും ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ, ഹോസ്പിറ്റലുകളിലെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ?
ഇമ്പോർട്ടൻസും ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്, ഓരോന്നും നല്ല രീതിയിൽ പഠിച്ചു വെക്കാം. ഇനി ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഒബ്ജക്റ്റീവ്സിന്റെ അവിടെ സ്പെല്ലിംഗ് എറർ ഉണ്ട്, മിസ് പറഞ്ഞു തരാം കേട്ടോ. കോമൺ സാനിറ്റൈസേഷൻ, ക്ലീൻലിനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ് നോക്കണം കേട്ടോ. അവിടെ കംഫർട്ടബിൾ എൻവയോൺമെന്റ്, ENVIRONMENT, environment. Common sanitization, cleanliness and comfortable environment. Next, developing polite, reliable and friendly atmosphere. Friendly atmosphere and pleasant വെട്ടി കളഞ്ഞിട്ട് friendly atmosphere എന്നാക്കണം കേട്ടോ. കിട്ടിയോ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ആക്കിയോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. കോമൺ സാനിറ്റൈസേഷൻ, ക്ലീൻലിനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ് അല്ലെ. എന്താണ് സാനിറ്റൈസേഷൻ? നമുക്കറിയാലോ എന്താണ്, ശുചിയുള്ളതും അതുപോലെ ക്ലീൻലിനെസ് വൃത്തിയുള്ളതുമായിട്ടുള്ള, അതുപോലെ തന്നെ കംഫർട്ടബിൾ അല്ലെ സുഖപ്രദവുമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താണ്, ഡെവലപ്പ് പൊളൈറ്റ്. പൊളൈറ്റ് എന്താ? യോഗ്യമായ. പൊളൈറ്റ് യോഗ്യമായ. റിലയബിൾ എന്താണ്? വിശ്വാസയോഗ്യമായ. യോഗ്യമായതും വിശ്വാസയോഗ്യമായതും അതുപോലെ തന്നെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി എന്താണ്? ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹാർട്ട്ലി റിലേഷൻ. എന്താണ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ എന്ന് പറഞ്ഞാൽ? എന്താണ് ഡിപ്പാർട്ട്മെന്റ് പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമല്ലോ, അവർക്കിടയില് നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള റിലേഷൻ, അങ്ങനെയുള്ള ഒരു റിലേഷൻ എന്താണ് സൃഷ്ടിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി എന്താണ്? എൻഷുറിങ് സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, പേഷ്യൻസ് ആൻഡ് റിലേറ്റീവ്സ്. അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസ് ഉണ്ടാവും, അവരുടെ ബന്ധുക്കളല്ലേ റിലേറ്റീവ്സ് ഉണ്ടാവും, അവർക്കൊക്കെ എന്താണ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതാ സുഷ പറയേണ്ടത്? ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹാർട്ട്ലി റിലേഷൻ ആണോ? ഓക്കെ, അവിടെ എന്താണ് ഡിപ്പാർട്ട്മെന്റുകൾക്കിടയില് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഡിപ്പാർട്ട്മെന്റുകൾക്കിടയില് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഗുഡ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Ensuring safety of staff, patients and relatives. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, അവിടെ വരുന്ന പേഷ്യൻസ് ഉണ്ടാവും, ആ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് അല്ലെ ബന്ധുക്കൾ ഉണ്ടാവും, അവർക്കൊക്കെ എന്താണ് സേഫ്റ്റി ഉറപ്പുവരുത്തുന്നു. ഇനി എന്താണ്? ക്വാളിറ്റി റിസ്ട്രെയിനിങ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജന്റ്സ്. ഏതായിരിക്കാം സാനിറ്ററി എക്യുപ്മെന്റ്സ്? ഏതൊക്കെയാവാം സാനിറ്ററി എക്യുപ്മെന്റ്സ്? പറയാൻ പറ്റുമോ ഒന്ന്? ഗ്ലൗസ്, മാസ്കുകള്, പിന്നെ പിന്നെന്തുണ്ടാവും? ഹൗസ് കീപ്പറുമായിട്ട് ബന്ധപ്പെട്ട് സാനിറ്റൈസർ, നീഡിൽസ്, ഡെറ്റോള്. ഓക്കെ, ഇവിടെ സാനിറ്ററി എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് ടെസ്റ്റ് പാൻസ് ഉണ്ട്, വാക്വം ക്ലീനേഴ്സ്, അതുപോലെ എന്താ ബ്രൂംസ്, അടിച്ചു വരാനൊക്കെ ഉണ്ട് കേട്ടോ, ബ്രൂംസ്, ബ്രഷുകള്, ഓക്കെ. അപ്പൊ അതൊക്കെയാണ് ഇവിടെ സാനിറ്ററി എക്യുപ്മെന്റ്സ് ആയിട്ട് വരുന്നത്. ഇനി കിട്ടിയോ? മനസ്സിലായോ? സാനിറ്ററി എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? ടെസ്റ്റ് പാൻസ്,
വാക്യൂം ക്ലീനേഴ്സ്, വാക്യൂം ക്ലീനർ. അതുപോലെ തന്നെ എന്താണ് ബ്രൂംസ് ഉണ്ടാവും, ബ്രഷ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും എഴുതി വെച്ചിരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക്. ഇനി എന്താണ് ക്ലീനിങ് ഏജൻസ് ഏതൊക്കെയാണ്? ലിക്വിഡ്സ്, പൗഡേഴ്സ്, സ്പ്രേ, ഡെറ്റോള് കേട്ടോ, അങ്ങനെയൊക്കെ എഴുതാം. ലിക്വിഡ്സിൽ വരുമല്ലോ. ഓക്കെ, ലിക്വിഡ്സ്, പൗഡേഴ്സ്, അതുപോലെ സ്പ്രേകൾ കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത് സാനിറ്ററി എക്യുപ്മെന്റ്സിന്റെയും ക്ലീനിങ് ഏജൻസിന്റെയും ക്വാളിറ്റി നിലനിർത്താം. പിന്നെന്താണ് പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. റെക്കോർഡ് കീപ്പ് ചെയ്യുകയും ആൻഡ് ഫീഡ്ബാക്ക് റിസീവ് ചെയ്യുകയും, ഫീഡ്ബാക്ക് എഴുതി തയ്യാറാക്കുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഇതൊക്കെയാണ് ക്ലീൻ ആയിട്ടുള്ളതും, സാനിറ്റൈസേഷൻ ശുചിയുള്ളതും, അതുപോലെ എന്താണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹൗസ് കീപ്പിംഗ്. പിന്നെന്താണ് പൊളൈറ്റ് അല്ലെ, യോഗ്യമായിട്ടുള്ളതും വിശ്വാസയോഗ്യമായിട്ടുള്ളതും ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റ്സുകൾക്കിടയിലുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവാം, അവിടെ വരുന്ന പേഷ്യൻസ് ഉണ്ടാവാം, ആ പേഷ്യൻസിന്റെ ബന്ധുക്കള്, റിലേറ്റീവ്സ് ഉണ്ടാവാം. ഇവർക്കൊക്കെ എന്താണ് സേഫ്റ്റി ഉറപ്പാക്കുന്നു. അതുപോലെ സാനിറ്ററി എക്യുപ്മെന്റ്സ്, അതുപോലെ എന്താണ് ക്ലീനിങ് ഏജൻസ് ഉണ്ടാവും. ഇതിന്റെയൊക്കെ ക്വാളിറ്റി നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് പ്രോപ്പർ ആയിട്ട് അതിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുകയും ഫീഡ്ബാക്ക് എഴുതി തയ്യാറാക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഇമ്പോർട്ടൻസും ഒബ്ജക്റ്റീവ്സും ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഓക്കെ ആണോ? വായിച്ചു നോക്കിയോ? ഓക്കെ ആണ്. ഇനി നോക്കിയേ, ലൊക്കേഷൻ എങ്ങനെയാണ് ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ലൊക്കേഷൻ. നമ്മൾ ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിന്റെ ലൊക്കേഷൻ പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഹൗസ് കീപ്പിങ്ങിനും അതിന്റെ ലൊക്കേഷനെ കുറിച്ച്, ലൊക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. എന്താണ് ലൊക്കേഷൻ? നോക്കിക്കോളൂ കേട്ടോ. ഹൗസ് കീപ്പിംഗ് അറ്റൻഡ്സ് all areas and departments of the hospital. ഹൗസ്കീപ്പിംഗ് അല്ലെ, ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയാസിലും അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും എന്തുണ്ടാവും? ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ടാവും. Though may be situated in a നോൺ പ്രൈം ഏരിയ, ഒരു പ്രധാനമല്ലാത്ത അല്ലെ, നോൺ പ്രൈം ഏരിയ എന്ന് പറഞ്ഞാല് ഒരു പ്രധാനമല്ലാത്ത ഒരു ഏരിയയിലായിരിക്കും ഈ ഹൗസ് കീപ്പിംഗ് ഏരിയകള് സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോ ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഹൗസ് കീപ്പിംഗ് ഏരിയ ഉണ്ടാവോ? അവിടെ എന്താ പ്രധാനമായിട്ടും വേണ്ടത്? റിസപ്ഷൻ ആണ് അല്ലെ വേണ്ടത്. രോഗികൾക്ക് അവരുടെ എൻക്വയറീസ്, എന്താണ് ക്വസ്റ്റ്യൻസ്, അവരുടെ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താണ് കാണാം? റിസപ്ഷൻ. റിസപ്ഷൻ ഏരിയാസ് ആണ് നമ്മൾ കാണുന്നത്.
അപ്പോ ഈ ഹൗസ് കീപ്പിംഗ് ഏരിയ പ്രധാനമായിട്ടും വേണ്ടത് തന്നെയാണ് ഹോസ്പിറ്റലുകളിൽ. എന്നിരുന്നാൽ പോലും ഇതൊരു പ്രധാനമല്ലാത്ത ഒരു ഏരിയയിലായിരിക്കാം ഈ സർവീസിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഇറ്റ് ഷുഡ് ബി ആസ് ഫാർ ആസ് പോസിബിൾ സെൻട്രലി ലൊക്കേറ്റഡ്. ഇപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അല്ലെ, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സെൻട്രൽ ആയിട്ടായിരിക്കാം ഈ ഹൗസ് കീപ്പിംഗ് ഏരിയകൾ സ്ഥാപിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ സ്ഥാപിക്കുന്നത്? ഇപ്പോ എപ്പോഴും നമുക്ക് ഇങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടി വരാറുണ്ട് പല പല ഡിപ്പാർട്ട്മെന്റ്സിൽ. അപ്പോ ഇത് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മൂലക്കയിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്തു കൊണ്ടുപോകാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സെൻട്രൽ ആയിട്ട് വെക്കണം എന്ന് പറയുന്നത്. ഇനി എന്താണ്? ആൻഡ് ക്ലോസ്ലി ടു വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ടു മേക്ക് എ വേ ഫോർ ഈസി മൂവ്മെന്റ് ഓഫ് ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെന്റ്സ്. ഇപ്പൊ ഹൗസ് കീപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, ഈസി ആയിട്ട് ഇതിന്റെ മൂവ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, കുത്തനെയുള്ള വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. കുത്തനെയാണ് കേട്ടോ, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കുത്തനെ, സ്ലോപ്പ് ആയിട്ട്. ഇപ്പൊ ഉന്ത് വണ്ടിയിലൊക്കെ ചിലപ്പം ക്ലീനറൊക്കെ കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ എന്ത് ചെയ്യും അവര്? ഉന്ത് വണ്ടിയിലൊക്കെ അതിനുള്ള മെറ്റീരിയൽസ്, സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉന്തി കൊണ്ടുപോകാനായിട്ട് സൗകര്യം ആവശ്യമാണ്. സ്ലോപ്പ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉന്തി കൊണ്ടുപോകാൻ പറ്റില്ലേ? അങ്ങനെയുള്ള സൗകര്യങ്ങള് വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, മനസ്സിലായോ? തടസ്സങ്ങളൊന്നും കൂടാതെ നല്ല രീതിയിൽ ആ വണ്ടികളൊക്കെ ഉന്തിക്കൊണ്ടു പോകാനായിട്ട് ഉള്ള സൗകര്യം ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ലൊക്കേഷനില് പറയുന്നത് കേട്ടോ. എന്താ പറഞ്ഞത്? എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ഏരിയാസിലും ഈ ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അധികം പ്രധാനമില്ലാത്ത ഒരു ഏരിയയിലായിരിക്കാം ഇതിന്റെ ലൊക്കേഷൻ ആയിട്ട് വരുന്നത്. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇതുണ്ടാവും, ഈ ഹൗസ് കീപ്പിംഗ് ഏരിയ ഉണ്ടാവും. അത് സെൻട്രൽ ആയിട്ടായിരിക്കാം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് തന്നെ തുടയ്ക്കുന്നതിനും അല്ലെങ്കിൽ എന്താണ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ സാധനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെൻട്രൽ ആയിട്ട് ലൊക്കേഷൻ വെച്ചിരിക്കുന്നത്. അതുപോലെ ചിലപ്പോൾ നമുക്ക് കയ്യിലെടുത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉന്ത് വണ്ടിയിലൊക്കെ വെച്ചിട്ടായിരിക്കും അവർ കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്നതിന് വെർട്ടിക്കൽ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം സൗകര്യങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ ലൊക്കേഷൻ? ഒക്കെയാണ്. ഇനി എന്താണ് ഓർഗാനോഗ്രാം? നമ്മൾ എന്ത് പഠിക്കുമ്പോഴും എന്ത് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചാലും അതിന് എന്താവും? അതിന്റെ ഹൈറാർക്കി ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഹൈറാർക്കി ഉണ്ട്, ഓർഗാനോഗ്രാം ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. ആദ്യം ഹൗസ് കീപ്പിംഗ് മാനേജർ ആണ് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത്. ഇനി സെക്കൻഡ് പൊസിഷനിൽ ആരാണ്? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. ഇനി അവർക്ക് കീഴിലാണ് ആര് വരുന്നത്? ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് വരുന്നത്. 3 പേരാണ് ഈ ഹൗസ് കീപ്പിംഗ് ഏരിയാസിൽ അല്ലെങ്കിൽ സർവീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര്. ഫസ്റ്റ് ഹൗസ് കീപ്പിംഗ് മാനേജർ ഉണ്ടാവാം, പിന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറും അതുപോലെ തന്നെ ഫ്ലോർ സൂപ്പർവൈസറുമാണ് അദ്ദേഹത്തിന് കീഴിൽ വരുന്നത്. ഇനി അവർക്ക് 2 പേർക്കും കീഴിൽ വരുന്നവരാണ് ആര്? ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. ഇനി നോക്കി ഫസ്റ്റ് നോക്കാം. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ലീഡ്സ് ദ ഡിപ്പാർട്ട്മെന്റ്. ലീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലീഡർഷിപ്പ് അല്ലെങ്കിൽ എന്താണ്? നയിക്കുക അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും നയിക്കുന്ന ആളാരാണ്? ഹൗസ് കീപ്പർ മാനേജർ ആണ്. ഹൗസ് കീപ്പിംഗ് സർവീസിൽ ആ ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുന്ന ഏറ്റവും മുതിർന്ന വ്യക്തി അല്ലെങ്കിൽ നയിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹൗസ് കീപ്പർ മാനേജർ ആണ്. He or she should be able to form
control and develop housekeeping service in the hospital. അപ്പോ അവനോ അവളോ ആയിക്കോട്ടെ, അവനായാലും അവളായാലും എന്താണ് ഹൗസ്കീപ്പിംഗ് സർവീസിലെ എല്ലാ കാര്യങ്ങളും ഫോം ചെയ്യുകയും രൂപീകരിക്കുകയും അത് കൺട്രോൾ ചെയ്യുകയും അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത് ആരായിരിക്കും? ഹൗസ് കീപ്പർ മാനേജർ ആണ്. അപ്പോ എന്താണ് പറഞ്ഞത്? ഹൗസ് കീപ്പിംഗ് മാനേജർ എന്ന് പറഞ്ഞാല് എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും നയിക്കുന്ന ഒരാളാണ്. അത് അദ്ദേഹമാണ് ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ എല്ലാ കാര്യങ്ങളും, ആ സർവീസിന്റെ എല്ലാ കാര്യങ്ങളും ഫോം ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഓരോരുത്തരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ എംപ്ലോയീസിന്, അതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആള് ആരാണ്? ഈ ഹൗസ് കീപ്പർ മാനേജർ ആണ്. ക്ലിയർ ആയോ? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ മനസ്സിലായോ? ഓക്കെ. ഇനി എന്താണ്? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. ഇതാണ് ട്രെയിൻഡ്. ട്രെയിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രെയിൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പീരിയൻസ് അല്ലെ? ഓക്കെ. എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി, ട്രെയിനിങ് കിട്ടിയ വ്യക്തി. അതുപോലെ തന്നെ അക്വൈന്റഡ്. എന്താണ് അക്വൈന്റഡ് എന്ന് പറഞ്ഞാല്? എക്സ്പീരിയൻസ് ആയ, പരിചയമുള്ള. Trained and acquainted with the housekeeping procedures and able to manage the housekeeping staff. അപ്പോ ഈ ഹൗസ് കീപ്പർ അല്ലെങ്കിൽ ഫ്ലോർ സൂപ്പർവൈസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ എന്ന് പറഞ്ഞ വ്യക്തികൾ എന്തായിരിക്കും? ഈ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറില് പരിചയമുള്ള അല്ലെങ്കിൽ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും. ഇവരാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നത്. അങ്ങനെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ മാനേജ് ചെയ്യാനായിട്ട് കെൽപ്പുള്ള ആളുകളായിരിക്കണം, ഏബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കണം. ആരൊക്കെ? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറും അതുപോലെ ഫ്ലോർ സൂപ്പർവൈസറും. മനസ്സിലായോ? അപ്പോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറുടെയും ഫ്ലോർ സൂപ്പർവൈസറുടെയും ഡ്യൂട്ടി എന്താണ്? അവര് രണ്ടുപേരും ആരായിരിക്കണം? ഹൗസ് കീപ്പിംഗ് ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറില് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള പരിചയമുള്ള, അതിന്റെ എന്താണ് പരിചയമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അക്വൈന്റഡ് എന്ന് പറഞ്ഞാലും പരിചയമുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കണം. പിന്നെന്താണ്? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ മാനേജ് ചെയ്യാനായിട്ട് ഏബിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം ഇവര് രണ്ടുപേരും. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ്? ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. ഇനി ലാസ്റ്റ് പൊസിഷനിലുള്ളവരാണ് ആര്? എംപ്ലോയീസ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് ഗ്രേഡ് അല്ലെ? അവരാരായിരിക്കാം? ഇൻഎക്സ്പേർട്ടുകളായിരിക്കാം. അതുപോലെ എന്താണ്? അവർക്ക് എന്താണ്? ക്യാഷിലെ അവരുടെ സാലറി എന്താണ്? കുറവായിരിക്കും. മസ്റ്റ് ബി വെൽ ഫെമിലിയർ to the housekeeping procedure by training and education. ഇവർക്ക് ഈ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ് ഫെമിലിയർ ആകുന്നത്? ട്രെയിനിങ്ങിലൂടെയും അവർക്ക് അവർക്ക് കിട്ടുന്ന എഡ്യൂക്കേഷനിലൂടെയും. എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? മറ്റുള്ളവരെ പറഞ്ഞു കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നതിലൂടെയുമാണ് ഇവർക്ക് എന്ത് കിട്ടുന്നത്? ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സിന്റെ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ എന്താണെന്ന് ഇങ്ങനെയാണ് ഇവർക്ക് മനസ്സിലാവുന്നത്, ഫെമിലിയർ ആകുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ഓർഗാനോഗ്രാമിൽ വരുന്നത്. എന്തൊക്കെയാണ്? 3 പേരാണ് ഹൗസ് കീപ്പിംഗ് ഓർഗാനോഗ്രാമിൽ വരുന്നത്. ആരൊക്കെയാണ്? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ് ഫസ്റ്റ് പൊസിഷനിലുള്ളത്. ഓക്കെ. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ഉണ്ട് ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ ഉണ്ട്. അതാണ് ഈ മാനേജറുടെ കീഴിൽ വരുന്നവര്. ഇനി ഇവരുടെ കീഴിൽ ആരായിരിക്കും വരുന്നത്? ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. ഇനി എന്താണ്? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും വഹിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന വ്യക്തിയാണ് ഈ മാനേജർ എന്ന് പറയുന്നത്. ആ മാനേജർ ആണ് ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സിന്റെ എല്ലാ കാര്യങ്ങളും ഫോം ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നതും. അതുപോലെ തന്നെ എന്താണ്? ഹൗസ് കീപ്പിംഗ് കീപ്പർ ഉണ്ട് അല്ലെ? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ഉണ്ട്, ഫ്ലോർ സൂപ്പർവൈസർ ഉണ്ട്. അവരുടെ ഡ്യൂട്ടി എന്താ? ഈ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറില് പ്രത്യേകമായിട്ട് ട്രെയിനിങ്ങും പരിചയമുള്ള വ്യക്തികളാണ് ഇവരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ
ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ മാനേജ് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം. മനസ്സിലായില്ലേ? പിന്നെ എന്താണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് ഉണ്ട് അല്ലെ, ലാസ്റ്റ് പൊസിഷനിൽ വരുന്ന വ്യക്തികളാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അവരെന്താണ് ഇൻഎക്സ്പേർട്ടുകളാണ്. എക്സ്പേർട്ടുകൾ എന്നായിരിക്കില്ല, ഇൻഎക്സ്പേർട്ടുകളാണ്. അതുപോലെ അവർക്ക് കൊടുക്കുന്ന ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്, ലോ ആയിരിക്കും. അവരുടെ സാലറി ലോ പെയ്ഡ് ആണ്, ലോസ്റ്റ് ആണ്. അതുപോലെ എന്താണ് അവര് എന്താണ് ഈ പ്രൊസീജിയർ എങ്ങനെയാണ് അവർക്ക് ഫെമിലിയർ ആകുന്നത്, ട്രെയിനിങ്ങിലൂടെയും അവർക്ക് കിട്ടുന്ന എഡ്യൂക്കേഷനിലൂടെയുമാണ് അവർക്ക് ഫെമിലിയർ ആകുന്നത്. കിട്ടിയില്ലേ? മനസ്സിലായോ? ഇനി നോക്കിയേ, ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ്. എന്താണ് ഹൗസ് കീപ്പിംഗില് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് സർവീസസിന് വേണ്ടി വരുന്ന സൗകര്യങ്ങള് അല്ലെങ്കിൽ സ്ഥലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ദ ഫോളോയിങ് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് ആർ നീഡഡ് ഫോർ ഹൗസ് കീപ്പിംഗ്. സൗകര്യങ്ങളും അതുപോലെ എന്താണ് സ്പേസും ആവശ്യമാണ് ഹൗസ് കീപ്പിംഗ് സർവീസ് നടത്തുന്നതിന് വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് വരുന്നത്? ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് ആവശ്യമാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർക്ക് ഒരു ഓഫീസ് ആവശ്യമാണ്, അത് വേണം. ഇനി എന്താണ് ഏരിയ ഫോർ ക്ലറിക്കൽ വർക്ക്. ക്ലറിക്കൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു ഏരിയ ആവശ്യമാണ്, അത് ആവശ്യമാണ്. ഒരു ഏരിയ വേണം. പിന്നെന്താണ് ഓഫീസ് ഫോർ ദ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിനും എന്ത് വേണം? ഒരു ഓഫീസ് ആവശ്യമാണ്. ആൻഡ് ഡെസ്ക് ഓർ ഓഫീസ് സ്പേസ് ഫോർ സൂപ്പർവൈസർ. സ്പേസ് അല്ലെ, സൂപ്പർവൈസർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ്, ഓഫീസ് സ്പേസും ആവശ്യമാണ്. പിന്നെന്താണ് ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് ദ ഫ്ലോർ സൂപ്പർവൈസർ are physically located in their concerned area of supervision where the personnel under the work. എന്താ പറയുന്നത്? ഇപ്പോ ഫ്ലോർ സൂപ്പർവൈസർ ആയിരിക്കും എംപ്ലോയീസിനെയൊക്കെ എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഹൈറാർക്കിയിൽ പഠിച്ചില്ലേ, സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നതാണ് എംപ്ലോയീസ്. അപ്പോ ഈ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആ സ്ഥലവുമായി ബന്ധപ്പെട്ടായിരിക്കണം ഈ ഫ്ലോർ സൂപ്പർവൈസറിന്റെ ഓഫീസ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഫ്ലോർ സൂപ്പർവൈസറിന്റെ ഓഫീസുമായിട്ട്, ഓഫീസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം? ഈ എംപ്ലോയീസ് ഇവിടെ വർക്ക് ചെയ്യുന്ന എന്താണ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെ, ലോ പൊസിഷനിലുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കണം. അവര് വർക്ക് ചെയ്യുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം ഈ ഫ്ലോർ സൂപ്പർവൈസറിന്റെ ഓഫീസ് എന്നുള്ളത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് അവിടെ ഫ്ലോർ സൂപ്പർവൈസർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ വർക്കും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ടത് സൂപ്പർവൈസറിന്റെ കടമയാണ്. അതിന് വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കണം, അവരുമായിട്ട് നിൽക്കുന്ന ഒരു ബന്ധപ്പെട്ട സ്ഥലത്തായിരിക്കണം ഈ ഫ്ലോർ സൂപ്പർവൈസറിന്റെ ഓഫീസ് വേണ്ടത് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? തേർഡ് പോയിന്റ് മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? എന്താണ് തേർഡ് പോയിന്റ് പറഞ്ഞത്? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറുടെ ഓഫീസ് അല്ലെ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം. പിന്നെന്താ പറഞ്ഞത്? അവിടെ സൂപ്പർവൈസിങ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർവൈസേഴ്സിന് ഒരു സ്പേസ് വേണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് ഈ ഫ്ലോർ സൂപ്പർവൈസറുടെ ഓഫീസ് എന്ന് പറയുന്നത് അവരുമായിട്ട് ലോ ലെവലായിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവുമല്ലോ, അവര് വർക്ക് ചെയ്യുന്ന സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് വേണം ഫ്ലോർ സൂപ്പർവൈസറിന്റെ ഓഫീസ്. എന്തിനാ അങ്ങനെ പറയുന്നത്? ഈ ഫ്ലോർ സൂപ്പർവൈസർ ആണ് ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇന്ന വർക്ക് ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? ഫ്ലോർ സൂപ്പർവൈസർ ആണ്. അപ്പോ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് വർക്ക് ചെയ്യുന്ന സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് വേണം ഈ ഫ്ലോർ സൂപ്പർവൈസറിന്റെ ഓഫീസ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ ഇനി?
ഓക്കെയാണ്, മനസ്സിലായോ? ഇനി പറയണോ മിസ്? ഇനി നോക്കിയേ, സ്റ്റോറേജ് റൂം ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് അല്ലെ. എന്താണ്? ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് വെക്കാനായിട്ട് ഒരു സ്റ്റോറേജ് റൂം ആവശ്യമാണ്. സ്റ്റോറേജ് ഫോർ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ്, നമ്മൾ പറഞ്ഞു കുറെ മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ ഹൗസ് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസ് വെക്കാനായിട്ട് സ്റ്റോറേജ് റൂമിൽ എന്ത് വേണം? സ്പേസ് വേണം. നമ്മൾ ആദ്യം പറഞ്ഞു സ്റ്റോറേജ് റൂം വേണമെന്ന്. ആ സ്റ്റോറേജ് റൂമിൽ എന്തുണ്ടായിരിക്കണം? അത് വെക്കാനായിട്ടുള്ള സ്പേസ് വേണം അല്ലെ. അങ്ങനെയുള്ള സ്പേസ് അവിടെ ആവശ്യമാണ്. പിന്നെന്താണ്? ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ്. ക്ലോസറ്റ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ട് രീതിയിൽ അർത്ഥം വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ക്ലോസറ്റ്സും അതുപോലെ തന്നെ എന്താണ് അലമാര എന്ന് അർത്ഥം വരുന്നത്. നോക്കിക്കോളൂ കേട്ടോ. ഓൺ ഓൾ ഫ്ലോർസ് ത്രൂ ഔട്ട് ദ ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് with floor sinks and space and shelves for housekeeping equipments, carts, buckets and supplies. Carts എന്താ? Carts, CARTS. Carts എന്താ? Carts എന്താ മീൻസ് ചെയ്യുന്നത്? വണ്ടികൾ. ഓക്കെ, ഉന്തുവണ്ടിയൊക്കെ കേട്ടോ. സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉന്തുവണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയുള്ള വണ്ടികളാണ് കാർസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഹോസ്പിറ്റലിലുടനീളമുള്ള എല്ലാ നിലകളിലും എന്തുണ്ട്? ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ട് അല്ലെ. അപ്പൊ ഹൗസ് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട് എന്ത്? ഫ്ലോർ സിങ്ക്. നമ്മള് ഫ്ലോർ സിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മള് കുളിച്ചൊക്കെ കഴിയുമ്പോ വെള്ളം പോവാനായിട്ട് നമ്മൾ ഇത് ചെയ്യും. ഒരു അരിപ്പ പോലത്തെ ഒരു ഇത് വെക്കില്ലേ നമ്മള് ബാത്റൂമില്, അതാണ് കേട്ടോ ഫ്ലോർ സിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അത് അതുപോലെ തന്നെ എന്താണ്? എക്യുപ്മെന്റ്സ്, ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് ഉണ്ടാവും, കാർട്സ് ഉന്തുവണ്ടികൾ ഉണ്ടാവും, ബക്കറ്റ്സ് ഉണ്ടാവും. എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. അതുപോലെ ഷെൽഫുകൾ, ഓരോ ഐറ്റംസുകൾ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലിക്വിഡ്സ് ഉപയോഗിക്കാറുണ്ട്. സ്പ്രേകള്, പൗഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യേ ഹൗസ് കീപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ വെക്കാനായിട്ട് നമ്മള് ഷെൽഫുകൾ ഉണ്ടാവണം. ഇതൊക്കെ എന്താണ്? നല്ല രീതിയിൽ സജ്ജീകരിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഹൗസ് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാവും അല്ലെ. ഫ്ലോർ സിങ്കുകള്, അതുപോലെ ബക്കറ്റ്സ്, എക്യുപ്മെന്റ്സ്, കാർട്സ്, സപ്ലൈസ്, മെറ്റീരിയൽസ് ഉണ്ടാവും. ഇതൊക്കെ വെക്കാനായിട്ട് സ്പേസും ഷെൽഫും നല്ല രീതിയിൽ സജ്ജീകരിച്ചിരിക്കണം. ആസ് എ പാർട്ട് ഓഫ് ഡെയിലി റുട്ടീൻ, supplies for daily use on the floors and departments should be delivered to their closets directly. ഇവിടെ ക്ലോസറ്റ്സ് ഉദ്ദേശിക്കുന്നത് അലമാര. ക്ലോസറ്റ്സ് ഡയറക്ട്ലി ഇവിടെ ഉദ്ദേശിക്കുന്നത് അലമാര എന്നാണ് കേട്ടോ. അപ്പോ നമ്മൾ പറഞ്ഞു ഡെയിലി റുട്ടീൻ അല്ലെ, ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഫ്ലോറുകളും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല എക്യുപ്മെന്റ്സും പല മെറ്റീരിയൽസും യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്താണ്? ഈ അലമാരയിൽ നിന്ന് എടുത്തിട്ടാണ് ഡയറക്റ്റ് ആയിട്ട് അവര് കൊണ്ടുപോകുന്നത്. ക്ലിയർ ആയോ? ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സാധനങ്ങൾ, ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ഈ അലമാരയിൽ നിന്നാണ് അവരെടുത്ത് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സിൽ വരുന്നത്. എന്താ പറഞ്ഞത്? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് ആവശ്യമാണ്. ക്ലിനിക്കൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു ഏരിയ വേണം. അതുപോലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് ആവശ്യമാണ്. അതുപോലെ ഫ്ലോർ സൂപ്പർവൈസർക്ക് അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്, അവരുടെ ഓഫീസിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് വേണം. പിന്നെന്താണ്? സ്റ്റോറേജ് റൂം വേണം അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഇങ്ങനെ സ്റ്റോറേജ് റൂമില് ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്പേസ് ആവശ്യമാണ്. സ്പേസും വേണം. അതുപോലെ തന്നെ എന്താണ്? നല്ല രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഹൗസ് കീപ്പിംഗ് ഏരിയാസ് ഉണ്ട്. അപ്പോ അത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്
ഫ്ലോർ സിങ്സ് വേണം. അതുപോലെ ബക്കറ്റ്സുകളുണ്ട്, കാർട്സുകൾ, ഉന്തുവണ്ടികൾ ഉണ്ടാവും, മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. ഇവ വെക്കാനായിട്ട് സ്പേസും വേണം, ഷെൽഫും ആവശ്യമാണ്. ഇനി ദൈനംദിന ആവശ്യമെങ്കിൽ ഡെയിലി റുട്ടീനിന് വേണ്ടിയിട്ട് അവര് ഈ അലമാരയിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത്, ക്ലോസറ്റ് ഉദ്ദേശിക്കുന്നത് അലമാരയിൽ നിന്നും എടുത്തിട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു നോക്കൂ കേട്ടോ. വായിച്ചു നോക്കിയോ? ഓക്കെയാണോ? ഓക്കെ. ഇനി നോക്കിയേ, ഫങ്ഷൻസും കൂടി നോക്കാം കേട്ടോ നമുക്ക്. എന്താണ്? ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് അക്കൗണ്ടബിൾ ഫോർ വേരിയസ് ടാസ്ക്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്സ്, ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെ വേരിയസ് ടാസ്കുകൾ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. ഏതൊക്കെയാണ്? ദ ഫോളോയിങ് ഫോർ സം ഫോർ ദ ഫങ്ഷൻസ്. ഏതൊക്കെ ഫങ്ഷൻസ് ആണ് അവർ ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്താണ്? ഡെയിലി ക്ലീനിങ് ഉണ്ട്, പീരിയോഡിക് ക്ലീനിങ് ഉണ്ട്, ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ, ഡിസ്ചാർജ് ക്ലീനിങ്, എക്സ്റ്റർമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെസ്റ്റ്, പിന്നെന്താ? പ്രിവെന്റിംഗ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് എൻഷുറിംഗ് കണ്ടീഷൻ ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ, വാട്ടറിംഗ് ഇൻഡോർ പ്ലാന്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത്. അതാണ് ഫങ്ഷൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? ഫസ്റ്റ് നോക്കാം, ഡെയിലി ക്ലീനിങ്. ഡെയിലി ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്? ദിസ് കൺസിസ്റ്റ് ഓഫ് സ്വീപ്പിംഗ്. എന്താണ് സ്വീപ്പിംഗ്? സ്വീപ്പിംഗ് എന്താ? സ്വീപ്പിംഗ് സ്വീപ്പിംഗ് അടിച്ചു വാരുക കേട്ടോ, അടിച്ചു വാരുക. ആൻഡ് മോപ്പിംഗ് ഫ്ലോർസ്. മോപ്പിംഗ് എന്താ? തുടയ്ക്കുക അല്ലെ, തുടയ്ക്കുന്നത്. അടിച്ചു വാരുക, തുടയ്ക്കുക. ഡസ്റ്റിംഗ് ഫർണിച്ചർ. നമ്മുടെ ഡസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു കോമില്ല കേട്ടോ, അതൊന്ന് വെട്ടിക്കളയാം. ഡസ്റ്റിംഗ് ഫർണിച്ചർ, ഫർണിച്ചറിന്റെ പൊടികളൊക്കെ തുടയ്ക്കുക. ക്ലീനിങ് ഫിക്സഡ് വാൾസ്. ഫിക്സ് ചെയ്തിരിക്കുന്ന വാൾസ്, ഓരോ വാൾസ് ഉണ്ടാവുമല്ലോ, ആ ഭിത്തികളൊക്കെ ക്ലീൻ ചെയ്യാം. സീലിംഗ് ക്ലീൻ ചെയ്യാം. പിന്നെന്താണ്? വിൻഡോസ് ആൻഡ് ബാത്റൂംസ് ക്ലീൻ ചെയ്യണം. എംപ്റ്റി ആയിട്ടുള്ള ട്രാഷ്. ട്രാഷ് എന്താ? ചവറ്റുകൊട്ടകൾ കേട്ടോ, ചവറ്റുകൊട്ട എംപ്റ്റി ആക്കി കൊടുക്കാം. ചപ്പ് ചവറുകളൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ അത് ഡിസ്പോസൽ ചെയ്ത് കളയാം, എംപ്റ്റി ആക്കാം. പിന്നെന്താണ്? ആൻഡ് ഡിഫ്രോസ്റ്റിംഗ് റെഫ്രിജറേറ്റേഴ്സ് ഇൻ നഴ്സിംഗ് സ്റ്റേഷൻസ്. ഡിഫ്രോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഴ്സിംഗ് സ്റ്റേഷനുകളിൽ റെഫ്രിജറേറ്റർ ഉണ്ടാവും, അതിനകത്ത് ഐസുകൾ ഉണ്ടാവും. ആ ഐസുകളൊക്കെ എന്ത് ചെയ്യണം? മാറ്റി കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഫ്രിഡ്ജ് ക്ലീൻ ആക്കി കൊടുക്കുക, ക്ലിയർ ആക്കി കൊടുക്കുക. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഡെയിലി അവര് ചെയ്യേണ്ട കാര്യങ്ങൾ. എന്തൊക്കെയാണ്? അടിച്ചു വാരുക, തുടയ്ക്കുക, ഫർണിച്ചറിന്റെ പൊടികള് തുടച്ചു മാറ്റുക, അതുപോലെ ബാർസ് ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കണം, സീലിംഗിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കാം, വിൻഡോസ് ആൻഡ് ബാത്റൂംസ് ക്ലീൻ ആക്കി കൊടുക്കുക, ചവറ്റുകൊട്ടകള് എംപ്റ്റി ആക്കി കൊടുക്കുക. അതുപോലെ നഴ്സിംഗ് സ്റ്റേഷനിൽ റെഫ്രിജറേറ്റർ ഉണ്ടാവും, മരുന്നുകളും കാര്യങ്ങളൊക്കെ വെക്കാനായിരിക്കുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ആ റെഫ്രിജറേറ്റർ ക്ലിയർ ആക്കി കൊടുക്കണം, ഐസൊക്കെ മാറ്റി കൊടുക്കുക. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഡെയിലി ക്ലീനിങ്
മിസ്റ്റേക്ക് പറഞ്ഞത് ടെസ്റ്റിംഗ് കോമ ഇട്ടിട്ടുണ്ട്. ടെസ്റ്റിംഗ് ആ കോമ ആവശ്യമില്ല കേട്ടോ. ടെസ്റ്റിംഗ് ഫർണിച്ചർ ഫസ്റ്റ് ഇതില് കണ്ടോ? ടെസ്റ്റിംഗ് കോമ കഴിഞ്ഞിട്ട് ആ കോമ വേണ്ട, ഇത് വിട്ടിട്ടുള്ളത് മതി കേട്ടോ. ഇനി പീരിയോഡിക് ക്ലീനിങ് എന്തൊക്കെയാ വരാ? ദിസ് ഇൻക്ലൂഡ്സ് വാഷിംഗ് വിൻഡോസ്, വിൻഡോ വാഷ് ചെയ്യാം. വാക്സിംഗ് ഫ്ലോർസ്, എന്താണ് വാക്സിംഗ് എന്ന് പറഞ്ഞാല്? മിനുക്കുക. ഓക്കെ, ഫ്ലോർസ് നല്ല രീതിയിൽ തുടച്ച് ക്ലീൻ ആക്കുക. ഓക്കെ, മിനുക്കുക കേട്ടോ. വാക്സിംഗ് എന്ന് പറഞ്ഞാല് മിനുക്കുക. പിന്നെന്താണ് ക്ലീനിങ്, അതുപോലെ എന്താണ് കാർപ്പറ്റ്സ് ക്ലീൻ ചെയ്യുക കേട്ടോ. ആ ക്ലീനിങ് കാർപ്പറ്റ്സ് നോക്കണം കേട്ടോ, കോമ വേണ്ട. ക്ലീനിങ് കാർപ്പറ്റ്സ്, ഡസ്റ്റിംഗ് ഹൈ സീലിംഗ് ആൻഡ് ചേഞ്ചിങ് ഡ്രൈപ്പേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? വിൻഡോസ് ഒക്കെ വാഷ് ചെയ്യാം, ഫ്ലോർസ് മിനുക്കുക, ക്ലീൻ ചെയ്യാം കാർപ്പറ്റ്സ്, അതുപോലെ സീലിംഗ് ഒക്കെ അതിന് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തുടച്ച് മാറ്റാം. ചേഞ്ചിങ് എന്താണ് പറയുന്നത്? ഡ്രൈപ്പേഴ്സ്. ഡ്രൈപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തുണികളൊക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? തുണികള് ചേഞ്ച് ചെയ്യാം. ഡ്രൈപ്പേഴ്സ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്താണ് ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവർ? അറിയാലോ, ചവറ്റുകൊട്ടകളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാ റിമൂവ് ചെയ്ത് കളയാം? ചവറ്റുകൊട്ടകളിൽ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ചവറ്റുകൊട്ടകളുടെ വേസ്റ്റുകളൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യും? ഇൻസിനറേറ്റർ അല്ലെ, നമ്മള് കത്തിച്ച് കളയും അല്ലെ. ഇൻസിനറേറ്ററിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഡംപ് ചെയ്തിട്ട് അങ്ങനെയാണ് വേസ്റ്റുകള് കത്തിച്ച് കളയുന്നത്. നമ്മൾ പഠിച്ചിട്ടില്ലേ ബയോമെഡിക്കൽ വേസ്റ്റില് ഇതുപോലെ. ഓക്കെ, ദിസ് ഇൻക്ലൂഡ് കളക്ടിങ് trash and garbages from various points within a hospital and moving them into the incinerated dumpster. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? പറഞ്ഞു തന്നോ? ഇനി ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ചവറ്റുകൊട്ടകളിലൊക്കെ വേസ്റ്റുകൾ കളക്ട് ചെയ്തിട്ട് ആ വേസ്റ്റുകൾ ഇൻസിനറേറ്ററിൽ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യും. ഇനി എന്താണ് ഡിസ്ചാർജ് ക്ലീനിങ് അല്ലെ? This includes cleaning the patient room after discharge, transfer of patient and making it ready for another patient. Discharge ആയിട്ട് പേഷ്യന്റ് പോയി കഴിഞ്ഞാൽ ആ റൂം മൊത്തം നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. എല്ലാ കാര്യങ്ങളും അടിമുടി വൃത്തിയാക്കണം. അപ്പൊ അങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇനി നെക്സ്റ്റ് പേഷ്യന്റ് വരാനായിട്ട് അല്ലെ, ചിലപ്പോ അടുത്ത പേഷ്യന്റ് ചിലപ്പോ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അടുത്ത പേഷ്യന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അത് ക്ലീൻ ആക്കി നല്ല വൃത്തിയാക്കി കൊടുക്കണം. ഓക്കെ, ഇനി എന്താണ് എക്സ്റ്റർമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെസ്റ്റ്? എന്താണ് എക്സ്റ്റർമിനേഷൻ അല്ലെങ്കിൽ എക്സ്റ്റർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നശിപ്പിക്കുക. നശിപ്പിക്കുക. ബഗ്സ് എന്താ? ബഗ്സ് എക്സ്റ്റർമിനേറ്റിംഗ് മീൻസ് നശിപ്പിക്കുക. ബഗ്സ് എന്തായിരിക്കും? സൂക്ഷ്മജീവി. പെസ്റ്റ്സോ? ചെറിയ പ്രാണികൾ. അപ്പൊ ഈ സൂക്ഷ്മജീവി ചെറിയ പ്രാണികളെയൊക്കെ എന്ത് ചെയ്യണം? നശിപ്പിക്കണം. നമ്മൾ അങ്ങനെ ക്ലീൻ ആക്കുന്നതിലൂടെ സ്പ്രേ ഒക്കെ വെച്ചിട്ട് അത് എന്ത് ചെയ്യണം? ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യണം അല്ലെ. അങ്ങനെ നശിപ്പിച്ച് കളയാം സൂക്ഷ്മജീവികളെയും ചെറിയ പ്രാണികളെയൊക്കെ നശിപ്പിക്കുക. ഇനി എന്താണ് preventing spread of infection and ensuring condition for good patient care. അതറിയാലോ നിങ്ങൾക്ക് എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യുന്നത് തടയുക, അതുപോലെ തന്നെ പേഷ്യന്റ് കെയറിന് നല്ല രീതിയിലുള്ള പേഷ്യന്റ് കെയർ ഉറപ്പാക്കുക. ഇനി എന്താണ് വാച്ചിങ് ഇൻഡോർ പ്ലാന്റ്സ്? ചിലപ്പോ മുറിയിലൊക്കെ മറ്റേ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ എന്താണ് മുറിയിലൊക്കെ എന്തുണ്ടാവും? ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടാവും അല്ലെ. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഇൻഡോർ പ്ലാന്റ്സ്? അപ്പൊ ആ ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ എന്ത് ചെയ്യണം? വാട്ടർ ചെയ്യാം, വാട്ടർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ട ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഡെയിലി ക്ലീനിങ്. അതിനകത്ത് നമ്മൾ അടിച്ചു മാറണം, തുടയ്ക്കണം, ഡസ്റ്റുകള് ഫർണിച്ചറിൽ ഡസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ
അതൊക്കെ മാറ്റുക, ക്ലീൻ ചെയ്യാം. സീലിംഗ്, വാൾസ് ഒക്കെ ക്ലീൻ ആക്കാം, വിൻഡോസ്, ബാത്റൂം, അതുപോലെ എന്താണ് എംറ്റി ചവിറ്റുകൊട്ടകളൊക്കെ എംറ്റി ആക്കി കൊടുക്കാം. അങ്ങനെയുള്ളത് നേഴ്സിംഗ് സ്റ്റേഷനിലുള്ള റെഫ്രിജറേറ്ററിലെ ഐസുകളൊക്കെ മാറ്റി കൊടുക്കാം. അതാണ് ഡെയിലി ക്ലീനിങ്ങിൽ വരുന്നത്. ഇനി എന്താണ് പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്നത്? എന്താണ് വിൻഡോസ് വാഷ് ചെയ്യണം, അതുപോലെ തുടച്ച് മിനുക്കി കൊടുക്കുക ഫ്ലോർസുകള്, അതുപോലെ കാർപ്പറ്റ്സ് ക്ലീൻ ആക്കാം, അതുപോലെ എന്താണ് സീലിംഗ് ഒക്കെ നല്ല രീതിയിൽ ഡസ്റ്റ് ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി കൊടുക്കുക, അതുപോലെ തുണികളൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്നത്. ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ വരുന്നത് എന്താണ്? ചവിറ്റുകൊട്ടകളൊക്കെ കളക്ട് വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ഇൻസിനറേറ്ററിൽ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്ത് വൃത്തിയാക്കാം. പിന്നെന്താണ് ഡിസ്ചാർജ് ക്ലീനിങ് അല്ലെ. ഇപ്പൊ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാൽ മൊത്തം നമ്മൾ എന്ത് ചെയ്യണം? അടിമുടി ക്ലീൻ ആക്കിയിട്ട് അടുത്ത പേഷ്യൻസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ആക്കി കൊടുക്കാം. പിന്നെന്താണ് എക്സ്റ്റർമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെസ്റ്റ്സ്. എന്താണ് ബഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മജീവികള്, പെസ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പെസ്റ്റ്സ് ചെറിയ പ്രാണികള്. അപ്പൊ ഇവയിലൊക്കെ എന്ത് ചെയ്യണം? നശിപ്പിച്ചിട്ടില്ല. പിന്നെന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നത് തടയുകയും അതുപോലെ തന്നെ പേഷ്യന്റ് കെയർ നല്ല പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുകയും അത് ഉറപ്പാക്കുകയും വേണം. പിന്നെന്താണ് വാട്ടറിങ് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ എന്ത് ചെയ്യാം? വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഡൗട്ട് ഉണ്ടോ ഇത്രയും പറഞ്ഞതില്? ഓക്കെ ആണോ? വായിച്ചു വരാം കേട്ടോ, വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.